ദൈവം എന്നെ വിളിച്ചു. ആ വിളിയോടുള്ള എൻ്റെ ആദരവാണ് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഞാൻ പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാളെ ദൈവം വിളിച്ചു, അയാൾ ഒരു ഒരുക്കവും നടത്തുന്നില്ലെന്നിരിക്കട്ടെ, എൻ്റെ അടുത്ത് ആ വിളിക്ക് വലിയ വിലയൊന്നും അയാൾ കൽപ്പിച്ചിട്ടില്ല. ഒരുങ്ങുകയാണ്, പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളൊരു തിടുക്കം കാണിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവ വിളിക്ക് വില കൽപ്പിച്ചു. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഈ വചനഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, വചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന വിത്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വചനഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിലുള്ള വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനഭാഗങ്ങൾ, അതിൻ്റെ പ്രത്യേക തീമുകൾ, ഇതെല്ലാം ഓരോ വിത്താണ്. നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പാകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വിത്ത് മുളയ്ക്കും. ഈ മുളച്ചിട്ട് ഇതൊരു മരമായിട്ട് മാറും, ഒരു ചെടിയായിട്ട് മാറും. അതുമാത്രമല്ല, ആ വിത്ത് എന്ത് ക്വാളിറ്റിയാണോ കാണിച്ച് അതേ ക്വാളിറ്റിയുള്ള ഫലങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഇത് വൃഥാവല്ല. നാളുകളിൽ ഇതിൻ്റെ അതേ ഫലങ്ങൾ, അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ തന്നെ, സ്വഭാവ വൈശിഷ്ട്യമാണെങ്കിൽ സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഫലങ്ങൾ തന്നെ, ആത്മീകമായിട്ടുള്ള കൃപകളെക്കുറിച്ചാണെങ്കിൽ അതേ കൃപകൾ തന്നെ വരുന്ന ദിവസങ്ങളിൽ അതേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ്. താങ്ക് യു. മകൻ ശ്രീധറിന് എഞ്ചിനീയറിംഗ് എക്സാമിൽ നല്ല റിസൾട്ട് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരിമാരുടെ മകൾ പ്രിയദർശിനിയുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരിമാരുടെ ഭർത്താവിന് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളും പ്രത്യേകിച്ചുള്ള ആരാധന നടക്കുകയാണ്. ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് കോഴിക്കോട് പാസ്റ്റർ ഡാമിൻ ആൻ്റണി കടന്നു വന്ന് ശുശ്രൂഷിക്കുകയാണ്. കോഴിക്കോട് ബ്ലെസ്സിങ് ടുഡേയിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. ദയവായി കടന്നു ചെല്ലുക. സെപ്റ്റംബർ 4, 5 ഈ 2 തീയതികളായിട്ട് നടക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ സ്ക്രീൻ കാണാം. രജിസ്റ്റർ ചെയ്യുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യുക. അതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോൺഫറൻസ് ആണ്. അതുമാത്രമല്ല, ഈ ഞായറാഴ്ച, അത് നാളെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 29 ശനിയാഴ്ച. നിങ്ങളുടെ ഡയറി തുറക്കുക, ഡിവോഷണൽ ഡയറി തുറക്കുക. അവിടെ കൊടുത്തിരിക്കുന്ന ഫോക്കസ് വേർഡ് ഗോഡ്സ് അപ്രൂവൽ, ദൈവത്തിൻ്റെ അംഗീകാരം. ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ലൈവ്, ഒരുപക്ഷെ റീപ്ലൈ, ഈ കമൻറ്റ് സെക്ഷനിൽ, യൂട്യൂബിൻ്റെ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക ഗോഡ്സ് അപ്രൂവൽ, ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ അംഗീകാരം. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് 2 Timothy chapter 2 and verse number 15. Study to show yourself approved unto God, a workman that needs not to be ashamed. 2 തിമോത്തിയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനെന്ന് നിന്നെ തന്നെ കാണിക്കുവാൻ ശ്രമിക്കുക. വാവ്! പൗലോസ് തിമോത്തിയോസിനെ മെൻറ്റോർ ചെയ്യുമ്പോൾ, ട്രെയിൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ വിലപ്പെട്ട ഉപദേശങ്ങളിലൊന്നാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ഒരു നാണക്കേടിനും വകയില്ലാത്ത, ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത ദൈവ ശുശ്രൂഷക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനെന്ന് നിന്നെ തന്നെ തെളിയിക്കുക. ഇന്നത്തെ ഡെക്ലറേഷൻ, ഐ സീക്ക് ഗോഡ്സ് അപ്രൂവൽ എബവ് ഓൾ എൽസ്. മറ്റെന്തിനേക്കാളും ഉപരിയായി ദൈവത്തിൻ്റെ അംഗീകാരത്തെ ഞാൻ സ്വീകരിക്കുന്നു. മൈ വർക്ക് ഈസ് എക്സലൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് അൺ ടു ഹിം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ്, കാരണം അത് ദൈവത്തിനുള്ളതാണ്. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ
ഡയറിയിൽ നോക്കി വായിക്കണേ. ഗോഡ്സ് അപ്രൂവൽ, ദൈവത്തിൻ്റെ അംഗീകാരം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊന്ന് ടൈപ്പ് ചെയ്തിടണമെന്ന്. ചെയ്യാതിരുന്നവർ ഇപ്പോൾ ചെയ്യുക. ഗോഡ്സ് അപ്രൂവൽ, ദൈവത്തിൻ്റെ അംഗീകാരം. അത് ആവശ്യമുള്ളവരൊക്കെ ചെയ്താൽ മതി. നമ്പർ 1, 4 കാര്യം പറഞ്ഞോട്ടെ. 1, ലിവ് ഫോർ ദ ഓഡിയൻസ് ഓഫ് 1. ഒരൊറ്റ ആൾക്ക് വേണ്ടി ജീവിക്കുക. ഒരാളെ കാണാൻ പോവുകയാണ്, ഒരാളാണ് വിളിച്ചത്, ഒരാളാണ് എല്ലാം തന്നത്. ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുക. ഇവിടെ പൗലോസ് തൻ്റെ ശിഷ്യനായ തിമോഥെയോസിനോട് പറയുക, പ്രസൻറ്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് അൺ ടു ഗാഡ്. ദൈവത്തിൽ അംഗീകരിക്കപ്പെട്ടവനായി, ദൈവത്തിൻ്റെ അംഗീകാരത്തിൻ്റെ മുദ്രയുള്ളവനായി ജീവിക്കുക. നോട്ട് അപ്ലോഡഡ് ബൈ പീപ്പിൾ, ജനങ്ങളുടെ കൈയടിയല്ല, ദൈവത്തിൻ്റെ അംഗീകാരം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ജനങ്ങളുടെ കരഘോഷമല്ല, ദൈവത്തിൻ്റെ അംഗീകാരം. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? മനുഷ്യരുടെ കൈയടിയേക്കാൾ ദൈവത്തിൻ്റെ അംഗീകാരമാണ് വലുത്. ഹ്യൂമൻ അപ്രൂവൽ ഈസ് ടെമ്പററി. മനുഷ്യരുടെ അംഗീകാരം എല്ലായ്പ്പോഴും താൽക്കാലികമാണ്. ഇന്ന് തലയിൽ ചുമ്മിക്കൊണ്ട് നടക്കുന്നവർ നാളെ താഴെയിട്ട് ചവിട്ടും. അതാണ് ഈ ലോകം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ല, ചില സമയത്ത് ചില ആളുകളെ അങ്ങ് പ്രൈസ് ചെയ്ത്, ഇങ്ങനൊരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, ഏറ്റവും നല്ല മനുഷ്യനെന്ന് വാനോളം വാഴ്ത്തിയിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അയാളെ ഇട്ട് ചവിട്ടി കാർപ്പറ്റാക്കി കളയും. അതാണ് ലോകം. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പീക്കിൽ അവനെ തന്നെ കഴുതപ്പുറത്ത് കയറ്റി ആ രാജാവായിട്ട് എഴുന്നള്ളിച്ചൊക്കെ കൊണ്ടുവരുന്ന മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ അന്ന് കയ്യിൽ കുറേ ഒലിവ് കമ്പുകളൊക്കെ ആയിട്ട് ഹോസന്നൊക്കെ പാടി നടന്ന അതേ ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ കല്ലുമായിട്ട് നിൽക്കുന്നത്. അവനെ ക്രൂശിക്കുക. ഇതാണ് ലോകം. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. ഭയങ്കരമായ അപ്രീഷിയേറ്റീവും പാസ്റ്ററെ പോലെ വേറൊരു ദേവദാസനില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ 2 ആഴ്ച കഴിയുമ്പോൾ ഇത് ശരിയല്ല. അതാണ് ലോകം. ഗോഡ്സ് അപ്രൂവൽ ഈസ് ഇറ്റേണൽ. മാൻസ് അപ്രൂവൽ ഈസ് ടെമ്പററി. ഗോഡ്സ് അപ്രൂവൽ ഈസ് ഇറ്റേണൽ. അന്ന് ടൈപ്പ് ചെയ്തിടാമോ? മനുഷ്യൻ്റെ അംഗീകാരം താൽക്കാലികമാണെങ്കിൽ ദൈവത്തിൻ്റെ അംഗീകാരം നിത്യമാണ്. ദൈവം ഒരാളെ അംഗീകരിച്ചാൽ അത് നിത്യമാണ്. A believer who lives for God's smile will not be controlled by public opinion. ദൈവത്തിൻ്റെ മുഖത്തെ പുഞ്ചിരിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ഒരു പുഞ്ചിരിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ പൊതുജന അഭിപ്രായത്തിന് വേണ്ടി ജീവിക്കില്ല. പൊതുജന അഭിപ്രായം ഒരിക്കലും നോക്കുകയുമില്ല. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കില്ല. അദ്ദേഹം പറഞ്ഞതാണ്. ഗലാത്യലേഖനം 1:10 നോക്കിയേ. Am I not trying to win the approval of human beings or of God? ഞാനിപ്പോൾ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടിയോ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയോ ശ്രമിക്കുന്നത്? 1 Thessalonians chapter 2 and verse number 4. 1 തെസ്സലോനിക്കർ 2:4 കാണുന്നത്, we speak as those approved by God. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവർ എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിച്ചു തരുന്നതും. സദൃശവാക്യങ്ങൾ 29:15 വചനം നോക്കുമ്പോൾ, Proverbs 29 and verse number 25. Fear of man will prove to be a snare. മനുഷ്യഭയം ഒരു കെണിയാകും. കേട്ടില്ല? മനുഷ്യഭയം ഒരു കെണിയാകും. നമുക്കെല്ലാവർക്കും പറ്റാവുന്നൊരബദ്ധമാണ്. ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ മനുഷ്യരെ അങ്ങ് പേടിക്കും. ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ മനുഷ്യരെ ഭയപ്പെടുന്ന ഒരു രീതി മനുഷ്യ സഹജമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫിയർ ഓഫ് മാൻ വിൽ പ്രൂവ് ടു ബി എ സ്നെയർ. ഫിയർ ഓഫ് മാൻ ഈസ് എ സ്നെയർ. മനുഷ്യഭയം ഒരു കെണിയാണ്, അതൊരു ട്രാപ്പാണ്. അതിൽ പെട്ടുപോയാൽ പോയി.
കാരണം ദൈവകൽപ്പനകൾ, ദൈവത്തിൻ്റെ വലിയ കൽപ്പനകളെ മനുഷ്യരോടുള്ള ഭയം നിമിത്തം നമ്മൾ തള്ളിക്കളയും. നമ്മൾ പോലും അറിയില്ല. ദ ഫിയർ ഓഫ് ഗോഡ് ഡെലിവേഴ്സ് us ഫ്രം ദ ഫിയർ ഓഫ് പീപ്പിൾ. എന്നാൽ ദൈവഭയം മനുഷ്യഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. എത്ര പേർക്ക് വേണം? നമ്മുടെ അകത്ത് ദൈവഭയം ഉണ്ടോ, മനുഷ്യഭയം വിട്ടുപോകും. ഒരാളൊരു മാരത്തോൺ ഓടുകയാണെന്നിരിക്കട്ടെ, ഭയങ്കര ഓട്ടം, മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മീറ്റർ കഴിയുമ്പോഴേക്കും ഒന്ന് നിർത്തിയിട്ട് ആളുകളോട് ചുറ്റുമുള്ള കുറേയധികം കാണികളുണ്ടാവുമല്ലോ, അവരോട് ചോദിക്കുക, ഞാൻ മര്യാദക്കാണോ ഓടുന്നേ, ഒന്ന് കൈയടിക്കണേ. അടുത്ത ഒരു 10-25 മീറ്റർ ഓടും, ജനങ്ങളോട് ചോദിക്കുക, ഞാൻ മര്യാദക്കാണ് ഓടുന്നത്, ഒന്ന് കൈയടിച്ച് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇയാൾ ലക്ഷ്യസ്ഥാനത്തെത്തുമോ? അയാൾക്കൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇടത്തും വലത്തും ഒന്നും അയാൾ നോക്കില്ല. മാരത്തോൺ ഓടുന്നയാൾ സ്റ്റഡിയായി ആ ലക്ഷ്യം നോക്കി ഓടും. ലൈഫ് ഈസ് നോട്ട് എ സ്പ്രിൻറ്റ്, ഇറ്റ് ഈസ് എ മാരത്തൺ. നമ്മുടെ ജീവിതം ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഒക്കെ ഓടുന്നൊരു ചെറിയ ഹ്രസ്വദൂര ഓട്ടം അല്ല. നമ്മുടെ ജീവിതം ഒരു മാരത്തണാണ്. എന്നുവെച്ചാൽ ദീർഘദൂരം ഓടാനുണ്ട്. ആ ഓട്ടം ഇടയ്ക്ക് തളർന്നു പോകരുത്. അവിടെ ഇവിടെയുള്ള പബ്ലിക് ഒപ്പീനിയൻ നോക്കരുത്. ലക്ഷ്യത്തിലേക്ക്, ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് ഓടണം. കാരണം അവിടെ യേശു നിൽപ്പുണ്ട്. സോ പീപ്പിൾ ഹു കോൺസ്റ്റൻ്റ്ലി സീക്ക് അപ്ലോസ് ലൂസ് ഫോക്കസ് ഓൺ ദെയർ പർപ്പസ്. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി ശരിയാണോ, ശരിയാണോ മക്കളെ ഓടുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന ഒരു ഫോക്കസ് നഷ്ടപ്പെടും. എത്തേണ്ടിടത്ത് എത്താൻ പറ്റുന്നില്ല. നമ്പർ 2, എക്സലൻസ് റിക്വയർസ് കെയർഫുൾ പ്രിപ്പറേഷൻ. ജീവിതത്തിൽ എന്തിലെങ്കിലും മികവ് പുലർത്തണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ആവശ്യമുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എല്ലാം എക്സലൻ്റ് ആകണം? ഈ മാസം മൊത്തം ദിസ് ഇസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സലൻസ്. അതുകൊണ്ട് തന്നെ പറയുന്നത് എക്സലൻസ് റിക്വയർസ് കെയർഫുൾ പ്രിപ്പറേഷൻ. വളരെ ശ്രദ്ധാപൂർവം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ആവശ്യമാണ്. പോൾ ഡിസ്ക്രൈബ്സ് ദ ബിലീവർ ആസ് എ വർക്ക് മാൻ. ഇവിടെ പൗലോസ് ഒരു വർക്ക് മാൻ എന്ന രീതിയിലാണ് ഒരു വിശ്വാസിയെ പരിചയപ്പെടുത്തുന്നത്. വർക്ക് മാൻ. അവർ വർക്ക്മെൻ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പ്രവർത്തിക്കുന്നൊരു പ്രവർത്തകൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ദേ പ്രിപ്പയർ, ദേ ലേൺ, ദേ പ്രാക്ടീസ്, ദേ ഇംപ്രൂവ്. ഒരു വർക്ക്മാൻ ആണെങ്കിൽ ചെയ്യേണ്ടത് തയ്യാറെടുപ്പുകൾ നടത്തും. അവർ കൂടുതൽ പഠിക്കും. പഠിക്കുന്നത് നിർത്തുകയില്ല. അവർ പ്രാക്ടീസ് ചെയ്യും. വീണ്ടും പരിശീലനത്തിൽ ഏർപ്പെടും. അവരുടെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അങ്ങനെയാണ് അവർ മുന്നിലേക്ക് പോവുക. എക്സലൻസ് നെവർ ഹാപ്പൻസ് ആക്സിഡൻ്റലി. ഒരിക്കലും ശ്രേഷ്ഠത, ഉത്കൃഷ്ടത ചുമ്മാ അങ്ങ് വരാൻ പോകുന്നില്ല. ഒരു ശ്രമവുമില്ലാതെ അങ്ങ് എല്ലാം എക്സലൻ്റായിട്ട് വരുമെന്ന് തോന്നരുത്. അങ്ങനെ വിശ്വസിക്കരുത്. ഇറ്റ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ഡിസിപ്ലിൻഡ് പ്രിപ്പറേഷൻ. വളരെ ഡിസിപ്ലിൻഡായി ഒരുങ്ങുന്നതിലൂടെ, തയ്യാറെടുക്കുന്നതിലൂടെ മാത്രമേ അതിൻ്റെ ഫലമായിട്ടാണ് എക്സലൻസ് ഉണ്ടാകുന്നത്. ചില വചനങ്ങൾ തന്നിട്ടുള്ളതാണെങ്കിൽ പോലും വീണ്ടും നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. സഭാപ്രസംഗം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിൽ എക്ലീസിയാസ്റ്റസ് 10:10 അവിടെ കാണുന്നത്, ഇഫ് ദ ആക്സ് ഇസ് ഡൾ സ്കിൽ വിൽ ബ്രിങ് സക്സസ്. അവിടെ പറയുന്നുണ്ട്, ഈ ഇരുമ്പായുധത്തിന് മൂർച്ചയില്ലെങ്കിൽ അധികം ബലം ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ നൈപുണ്യം നിമിത്തം ഭയങ്കരമായ വിജയസാധ്യതയുമുണ്ട്. അപ്പോൾ എല്ലാം വളരെ ഷാർപ്പ്. അതിൻ്റെ അർത്ഥം ഒരു ഇരുമ്പായുധം, ഒരു ആക്സ്, ഒരു കോടാലി ഉപയോഗിക്കുന്നതിന് മുമ്പ് സാധാരണ അറിയാം, മരം വെട്ടുകാർ അത് നന്നായി തേച്ച് അതിൻ്റെ ആ വായ്ത്തല ശരിക്ക് തേച്ച് നല്ല ഷാർപ്പാക്കി വെച്ചു. അങ്ങനെയെങ്കിൽ മാത്രമേ അത് വെട്ടുമ്പോൾ ഒത്തിരി ബലം ഉപയോഗിക്കേണ്ടി വരില്ല. കാരണം പെട്ടെന്ന് അത് മുറിയും. സദൃശവാക്യങ്ങൾ 18:15 പറയുന്നത്, ദ ഹാർട്ട് ഓഫ് ദ ഡിസേണിങ് അക്വയർസ് നോളജ്. ദ ഹാർട്ട് ഓഫ് ദ ഡിസേണിങ് അക്വയർസ് നോളജ്. ഈ വിവേചനമുള്ളവരുടെ ഹൃദയം
വിവേചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ ഹൃദയം പരിജ്ഞാനത്തെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ കൂടുതൽ അവർ പഠിച്ചുകൊണ്ടിരിക്കും. ജോഷുവ 1:8 മെഡിറ്റേറ്റ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ദൈവവചനം നീ ധ്യാനിക്കണം. ദെൻ യു വിൽ ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ. അപ്പോൾ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും എന്ന് മാത്രമല്ല, നീ ഒരു വലിയ ജയാളിയായി മാറുകയും ചെയ്യും. പ്രിപ്പറേഷൻ ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് റെസ്പെക്റ്റ് ഫോർ ഗോഡ്സ് കോളിംഗ്. ദൈവം എന്നെ വിളിച്ചു, ആ വിളിയോടുള്ള എൻ്റെ ആദരവാണ് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഞാൻ പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാളെ ദൈവം വിളിച്ചു, അയാൾ ഒരുക്കവും നടത്തുന്നില്ലെന്നിരിക്കട്ടെ, എൻ്റെ അടുത്ത് ആ വിളിക്ക് വലിയ വിലയൊന്നും അയാൾ കൽപ്പിച്ചിട്ടില്ല. ഒരുങ്ങുകയാണ്, പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളൊരു തിടുക്കം കാണിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവിളിക്ക് വില കൽപ്പിച്ചു. നമ്പർ 3 എഴുതുക. ഈ ഓരോ പോയിൻ്റുകളും ദയവായി ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടണം. അല്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വചനങ്ങൾ, ഉദാഹരണങ്ങൾ എല്ലാം ടൈപ്പ് ചെയ്ത് തരണേ. നമ്പർ 3 ട്രൂത്ത് മസ്റ്റ് ബി ഹാൻഡിൽഡ് വിത്ത് ആക്യുറസി. സത്യം വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്യേണ്ടതാകും. സത്യത്തെ കൃത്യതയോടെ കൈകാര്യം ചെയ്യണം. Paul urges Timothy to rightly divide the word of truth. സത്യവചനത്തെ കൃത്യതയോടെ ശരിയായ രീതിയിൽ വിഭാഗിച്ചുകൊണ്ട് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ശരിയായ രീതിയിൽ അതിനെ വിഭാഗിക്കണം, അല്ലെങ്കിൽ അതിനെ പീസാക്കി അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ വിശദീകരിക്കണം. ഗോഡ് വാല്യൂസ് കെയർഫുൾ ഹാൻഡ്ലിങ് ഓഫ് ഹിസ് വേർഡ്. ദൈവവചനം പോലും അവിടെ പറയുന്നതനുസരിച്ച് സത്യവചനത്തെ റൈറ്റ്ലി ഡിവൈഡ്, എങ്ങനെയെങ്കിലുമല്ല. ദാറ്റ് മീൻസ് ദൈവവചനത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലും വളരെ ശ്രദ്ധിച്ചിരിക്കും. തെറ്റുവരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നവർ സമയമെടുത്ത് ദൈവസന്നിധിയിലിരുന്ന് വചനം പഠിക്കണം. ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം വചനത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. എങ്കിൽ മാത്രമേ വി ക്യാൻ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ കൃത്യമായി വിഭജിക്കണമെങ്കിൽ ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ കയറി പറയാൻ ആർക്കും പറ്റും, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുക. ചിലർ വിചാരിക്കുന്നത് നീ നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാനതിന് നിറക്കാം. ഈ വചനം എടുത്തിട്ട് പലരും പറയുന്നത്, ഞാനൊന്നും പ്രസംഗക്കുറിപ്പുകളോ ഒന്നും തയ്യാറാക്കാറില്ല. ഞാനങ്ങ് എഴുന്നേറ്റ് നിൽക്കും. വാ തുറക്കുമ്പോൾ കർത്താവിൻ്റെ വായിൽ തരുന്നതെല്ലാം ഞാൻ വിളിച്ചു പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. പക്ഷേ കർത്താവ് പറയുന്നത്, നീ ഇരുന്ന് തയ്യാറായി വചനം സ്വീകരിച്ച് കൃത്യമായ രീതിയിൽ അത് പഠിപ്പിക്കണം. പലരുടെയും വിളികൾ പല രീതിയിലായിരിക്കും. ചില സമയത്ത് ഓഫ് ഹാൻഡായിട്ട് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തീർച്ചയായും നിയോഗിച്ച് തരും. അത് തെറ്റൊന്നുമില്ല. അതിൽ വായു വിസ്താരത്തിൽ തുറന്ന് അതിനെക്കുറിച്ച് ഒന്നുമല്ല ആ വചനം, എങ്കിലും ഞാൻ പറയുവാണ്. ചില സമയത്ത് ഓഫ് ഹാൻഡായി ചില കാര്യങ്ങൾ പറയേണ്ട സന്ദർഭങ്ങൾ വന്നേക്കാം. എന്നാൽ ഒരുക്കത്തോടുകൂടെ ദൈവവചനം ശുശ്രൂഷിക്കണമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഗോഡ് വാല്യൂസ് കെയർഫുൾ ഹാൻഡ്ലിംഗ് ഓഫ് ദ വേർഡ്. വളരെ ശ്രദ്ധാപൂർവം ദൈവവചനം കൈകാര്യം ചെയ്യുവാണെങ്കിൽ ദൈവം അതിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്ന ആളുകൾ, വചനം പഠിപ്പിക്കുന്നവർ, വചനം പ്രസംഗിക്കുന്നവർ, ലീഡ് ചെയ്യുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, എല്ലാവർക്കും ഒരൊരുക്കം ആവശ്യമാണ്. ഇൻ അതർ വേർഡ്സ്, ആക്യുറസി ഓണേഴ്സ് ഗോഡ്. കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തുല്യമല്ലേ? യാക്കോബിൻ്റെ ലേഖനം 3:1 പറയുന്നത്, ടീച്ചേഴ്സ് വിൽ ബി ജഡ്ജ്ഡ് മോർ സ്ട്രിക്റ്റ്ലി. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. പഠിപ്പിക്കുന്നവരെ, എന്നിട്ട് വചനം ഉപദേശിക്കുന്നവരെ കൂടുതൽ സ്ട്രിക്റ്റായിട്ട് അവർ വിധിക്കപ്പെടും എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം അവർ വചനം അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് മറ്റുള്ളവരെക്കാൾ സ്ട്രിക്റ്റായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോസ്തലപ്രവൃത്തികൾ 17:11 ദേ എക്സാമിൻ ദ സ്ക്രിപ്ചേഴ്സ് എവറി ഡേ.
അവർ തിരുവെഴുത്തുകളെ ദിവസം തോറും, എനിക്ക് തോന്നുന്നു ബെറോവയിലുള്ളവരാണ്, തെസ്സലോനിക്കയിലുള്ള ഇങ്ങനെയുള്ളവരൊക്കെ ദിവസം തോറും അവർ തിരുവെഴുത്തുകളെ പരിശോധിച്ച് പോന്നു. കേൾക്കുന്നത് കൃത്യമാണോ, അങ്ങനെ തന്നെയാണ്. അങ്ങനൊരു സ്വഭാവം നമുക്കുള്ളത് നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ വചനം കേട്ടാൽ കൃത്യമായും അങ്ങനെ തന്നെയാണോ, ആ അർത്ഥത്തിൽ തന്നെയാണോ, ആ കോണ്ടെക്സ്റ്റിൽ വചനം പറഞ്ഞിരിക്കുന്നത്. 119 സങ്കീർത്തനം 160 വചനം പറയുന്നത്, ഓൾ യുവർ വേർഡ്സ് ആർ ട്രൂ. നിൻ്റെ വചനമൊക്കെയും സത്യമാവും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിൻ്റെ വചനമൊക്കെയും സത്യമാവും. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഗോഡ്സ് ട്രൂത്ത് ഡിസേർവ്സ് അവർ ഗ്രേറ്റസ്റ്റ് കെയർ. ദൈവത്തിൻ്റെ സത്യം നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധയ്ക്ക് യോഗ്യമാണ്. വളരെ ശ്രദ്ധിച്ച് വേണം വചനം കൈകാര്യം ചെയ്യാൻ. നമ്പർ 4, the last one. God's approval is the greatest reward. ദൈവത്തിൻ്റെ അംഗീകാരമാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന കാര്യം മറക്കരുത്. Because the highest achievement is not wealth, recognition, influence, etc., etc. It is hearing Christ say, well done. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒത്തിരി 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 പണം സമ്പാദിച്ചു, ഒത്തിരി പേരുടെ അംഗീകാരം ലഭിച്ചു, റിവാർഡ് കിട്ടി, അവാർഡ് കിട്ടി, ഒത്തിരി പേരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. ഇതൊന്നുമല്ല. ഏറ്റവും വലിയ അംഗീകാരം നമുക്ക് ലഭിക്കുന്നത് പത്മഭൂഷണോ, പത്മവിഭൂഷണോ, വീരചക്രമോ, ഓസ്കാറോ അല്ലെങ്കിൽ അതുപോലുള്ള ഒന്നും അല്ല. പകരം കർത്താവായ യേശു നമ്മെ നോക്കി പറയാൻ, വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് പറയുന്നതാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്നുള്ള വിളി കർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കുവാണെങ്കിൽ ഏറ്റവും വലിയ അംഗീകാരം അതായിരിക്കും. ദ വേൾഡ് റിവാർഡ്സ് പോപ്പുലാരിറ്റി. എപ്പോഴും ഈ ലോകത്തിൽ കൂടുതൽ ജനകീയനും കൂടുതൽ അംഗീകാരമുള്ളവർക്കുമാണ് പലപ്പോഴും അംഗീകാരവും റിവാർഡും എല്ലാം ലഭിക്കുന്നത്. ഗോഡ് റിവാർഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. എന്നാൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. ആരും അറിഞ്ഞില്ലേലും ദൈവം എല്ലാം കാണുന്നു. വിശ്വസ്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും, ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദൈവം അത് അംഗീകരിക്കും. മത്തായി 25:21 എഴുതി വെക്കുക. എബ്രായ ലേഖനം 11:5 എഴുതി വെക്കുക. അവിടെ പറയുന്നത്, ഈനോക്ക് വാസ് കമൻഡഡ് ആസ് വൺ ഹൂ പ്ലീസ്ഡ് ഗോഡ്. അതൊരു ഭയങ്കര സംഭവമാണ്. ഹനോക്കിനെ ദൈവം ഭയങ്കരമായി പ്രശംസിക്കുന്നത് കാണാം. കാരണം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കിയാൽ അവനൊരു വലിയ ദൈവത്തിൻ്റെ അംഗീകാരവും അഭിനന്ദനവും ലഭിച്ചു. 1 കൊരിന്ത്യർ 4:5 then each will receive their praise from God. അന്ന് കർത്താവിൽ നിന്ന്, അഥവാ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും തൻ്റെ പ്രശംസ ലഭിക്കും. അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ടെന്ന്. നത്തിങ് കമ്പയർസ് വിത്ത് ദി അപ്രൂവൽ ഓഫ് ദ മാസ്റ്റർ. യജമാനൻ്റെ അംഗീകാരമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഒന്നും ഈ ഭൂമിയിലില്ല. കർത്താവ് നമ്മെ അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം. ഇന്ന് നമുക്കൊരു തീരുമാനം എടുത്താലോ? ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കണം. ചെയ്യുന്നതെല്ലാം കൃത്യതയോടെ ഞാൻ ചെയ്യും, വിശ്വസ്തയോടെ ചെയ്യും, താഴ്മയോടെ ചെയ്യും, ശ്രദ്ധയോടെ ചെയ്യും, വളരെ പരമാർത്ഥ ഹൃദയത്തോടെ ചെയ്യും എന്നൊക്കെ ഒരു തീരുമാനം എടുത്താൽ നമുക്കും ആ വിളി അല്ലെങ്കിൽ ആ അഭിനന്ദനം, ആ പ്രശംസ, നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ എന്നുള്ള ആ അംഗീകാരം കിട്ടുവാൻ ഇടയാകട്ടെ. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നത് കാണുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ ആ സുപ്രീം അപ്രൂവൽ ഞങ്ങൾക്ക് ഏവർക്കും ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വി പ്രേ ഫോർ ഗോഡ്സ് അപ്രൂവൽ ഓൺ അവർ ലൈഫ്സ്. എല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ മെഡിസിനൽ അലർജി വന്ന ആരൊക്കെയോ റിയാക്ഷനോ, എന്ത് മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ, അതിനാൽ സഫർ ചെയ്യുന്നവർ യേശുവിൻ നാമത്തിൽ. ചില രോഗങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിച്ചു, മറ്റു ചില രോഗങ്ങളായത് മാറി.
അത് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ, റിയാക്ഷനുകൾ യേശുവിൻ നാമത്തിൽ കേട്ടടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ വിഷാംശം കലർന്ന ആരോ ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി അത് മാറി രക്ഷപ്പെടട്ടെ. താങ്ക് യു ജീസസ്. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കുമിളകൾ പോലെയൊക്കെ ഇങ്ങനെ പൊങ്ങുന്ന ഒരു പ്രത്യേക രോഗം യേശുവിൻ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അഡിക്ഷൻസ് നിന്നും പലരും പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മാറിൽ മുഴയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഉദരത്തിനകത്ത് മുഴയുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പറ്റുന്നില്ല, ബ്ലോക്കായിരിക്കുന്നു, അങ്ങനെയുള്ള ചില വിദ്യാർത്ഥിനികൾ യേശുവിൻ നാമത്തിൽ ആ ബ്ലോക്ക് മാറി പഠിക്കാൻ തുടങ്ങട്ടെ. നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ. സാമ്പത്തിക തകർച്ചയിൽ നിന്നും പലരും പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ വിടുവിക്കുന്നതിന് നന്ദി. അതുപോലെ തന്നെ ചില കുഴികൾ പോലെ ചിലതിൽ ഇറങ്ങിപ്പോയവർ ആ ട്രാപ്പിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കണം. നാളെ നമ്മുടെ പല ബ്ലെസ്സിങ് സെൻറ്ററുകളിലും മീറ്റിംഗ് നടക്കുകയാണ്. യോ വെൽക്കം. വരണം, അനുഗ്രഹം പ്രാപിക്കണം. തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.